ഹലോ ടീച്ചേഴ്സ്, HSA ജനറൽ പേപ്പറിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഡെയിലി റിവിഷൻ മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് ആൻഡ് ഇംപ്ലിക്കേഷൻസ് എന്ന ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ്, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒട്ടും സമയം കളയാതെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും വായിക്കും. അതനുസരിച്ച് നിങ്ങളുടെ ആൻസേഴ്സ് മാർക്ക് ചെയ്ത് വെക്കുക. അവസാനം നമുക്ക് ഓരോ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യാം വിത്ത് ബ്രീഫ് എക്സ്പ്ലനേഷൻ. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോറും കണ്ടെത്താം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഐഡൻറ്റിഫൈ ദ കറക്റ്റ് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ ഡിറൈവ്ഡ് ഫ്രം പിയാഷേസ് തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. നമുക്കറിയാം പിയാഷയുടെ തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഏതൊരു ടീച്ചിങ് കോമ്പറ്റേറ്റീവ് എക്സാമിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഓരോ ഭാഗവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. ഇതിൻ്റെ ഓപ്ഷൻസ് വരുന്നത് എംഫസൈസ് ഓൺ റോട്ട് മെമ്മറൈസേഷൻ ഇൻ പ്രൈമറി ക്ലാസ്സസ്, ബി പ്രൊവൈഡിങ് ഏജ് അപ്രോപ്രിയേറ്റ് കോൺക്രീറ്റ് ലേണിംഗ് എക്സ്പീരിയൻസ്, സി സ്ട്രിക്റ്റ് ബിഹേവിയർ റീഇൻഫോഴ്സ്മെൻറ്റ് വിത്തൗട്ട് കൺസിഡറിങ് റെഡിനെസ്, ബി ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ വിത്തൗട്ട് ലേണേഴ്സ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഫസ്റ്റ് പാർട്ടിൽ സൈക്കോളജിസ്റ്റിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അടുത്ത സൈഡിൽ മേജർ കോൺസെപ്റ്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എറിക് എറിക്സൺ, ആൽബർട്ട് ബദുര, ജെറോം എസ് ബ്രൂണർ, വൈഗോട്സ്കി. കോൺസെപ്റ്റ്സിൽ ഡിസ്കവറി ലേണിംഗ്, സോഷ്യൽ ലേണിംഗ് തിയറി, സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. ഇതിൻ്റെ കറക്റ്റ് കോമ്പിനേഷൻ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ ഓപ്ഷൻസ് വരുന്നത് ഇതാണ്. A 1C 2B 3A 4D. എല്ലാം വായിക്കണ്ടല്ലോ, നിങ്ങൾ നോക്കിയിട്ട് ആൻസർ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ബ്രൂണർ പ്രപ്പോസ്ഡ് സ്പൈറൽ കരിക്കുലം വിത്ത് ഫോക്കസ് ഓൺ റീവിസിറ്റിംഗ് കോൺസെപ്റ്റ് അറ്റ് ഇൻക്രീസ് ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി. Statement 2, Brunner believed learning is only effective through direct lecture method. A, both statements are true. B, both statements are false. C, only statement 1 is true. D, only statement 2 is true. Fourth question, according to Kohlberg model development theory, which of the following is an educational implication? A, ignoring moral reasoning in the classroom. B, encouraging discussion on moral dilemmas. C, using punishment to enforce moral behavior. D, promoting only individual achievement without cooperation. Which of the following is an educational implication എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെൻറ്റ് 1, Skinner's apparent conditioning emphasizes positive and negative reinforcement. Statement 2, in apparent conditioning, punishment is the only way to shape behavior. A, both statements are correct. B, both statements are incorrect. C, only statement 1 is correct. D, only statement 2 is correct. 6. Which psychologist proposed the concept of scaffolding as an instructional strategy? Option A, Piaget. B, Skinner. C, Vygotsky. C, Badura. Which psychologist proposed the concept of scaffolding as an instructional strategy? 7. Educational implication of Badura's social learning theory mainly focuses on A, only reinforcing behavior through rewards. B, learning through observation and modeling. C, ignoring the role of environment in learning. D, encouraging rote memorization. 8. Statement 1, Erikson believed identity formation is crucial during adolescence. Statement 2, Erikson theory has no implication for classroom management. A, both statements are true. B, both statements are false. C, only statement 1 is true. D, only statement 2 is true.
9. Identify the incorrect pair. Thorndike, law of effect. Maslow, hierarchy of needs. Skinner, classical conditioning. Pavlov, conditioned reflex. 10. Which of the following is not an educational implication of Maslow's hierarchy of needs? Not an educational implication of Maslow hierarchy of needs. Options ഇതാണ്. Ensuring safety and belongingness for effective learning. B. Focusing only on cognitive development, ignoring basic needs. C. Motivating students to recognition and self-esteem needs. D. Facilitating self-actualization through create opportunities. 11. Statement 1. Thorndike theory implies drill and practice method. Statement 2. According to Thorndike, transfer of learning is automatic and generalized. A. Both statements are true. B. Both statements are false. C. Only statement 1 is true. D. Only statement 2 is true. 12. According to Bruner's mode of representation, which sequence is correct? A. Enactive, iconic, symbolic. B. Symbolic, iconic, enactive. C. Iconic, symbolic, enactive. D. Enactive, symbolic, iconic. 13. Which among the following is true regarding Vygotsky's socio-cultural theory? A. Learning precedes development in cognitive tasks. B. Language has minimal role in cognitive development. C. Children can learn complex tasks without adult mediation. D. Development is independent of social interaction. Which among the following is true regarding Vygotsky's socio-cultural theory? 14. Statement 1. Piaget considered language as a driving force for cognitive development. Statement 2. Vygotsky considered language as crucial in cognitive development. A. Both statements are true. B. Both statements are false. C. Only statement 1 is true. D. Only statement 2 is true. 15. Last question ആണ്. Which of the following practice best reflects constructivist classroom teaching? Option A. Teacher-centered lecture with no interaction. B. Drill and practice worksheet only. C. Collaborative project and problem-based learning. D. Strictly following textbook order without flexibility. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ആൻസേഴ്സ് കണ്ടെത്തിയിട്ടുണ്ടാവും. നമുക്കതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം, നിങ്ങളുടെ സ്കോറും കണ്ടെത്താം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്തായിരുന്നു ക്വസ്റ്റ്യൻ? എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ ഡിറൈവ് ഫ്രം പിയാഷേസ് തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ ബി പറയുന്നത് ഏജ് അപ്രോപ്രിയേറ്റ് കോൺക്രീറ്റ് ലേണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ബാക്കി എല്ലാതും എന്താണ്, ഇപ്പോൾ റോട്ട് മെമ്മറൈസേഷൻ കോഗ്നിറ്റീവ് അപ്രോച്ചിന് എഗെയിൻസ്റ്റ് ആണ്. അതുപോലെ തന്നെ സ്ട്രിക്റ്റ് ബിഹേവിയർ ഒപ്പോസാണ്. ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ അല്ല അദ്ദേഹം ഒരിക്കലും ലേണേഴ്സിൻ്റെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷനാണ് ഫോക്കസ് ചെയ്തത്. അപ്പോൾ അതിൽ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ. നെക്സ്റ്റ് മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് എറിക്സൺ സൈക്കോ സോഷ്യൽ സ്റ്റേജസ്, ബദുര സോഷ്യൽ ലേണിംഗ്, ബ്രൂണർ ഡിസ്കവറി ലേണിംഗ്, വൈറ്റ്ഗോട്സ്കി ZPD. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്നത്. 1C 2B 3A 4D. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വരുന്നത് തേർഡ് ക്വസ്റ്റ്യൻ. 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതിലേതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ എന്നാണ് പറയുന്നത്. 1 മാത്രമാണ് ട്രൂ. സ്പൈറൽ കരിക്കുലം പ്രപ്പോസ് ചെയ്തത് ബ്രൂണറാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ഡയറക്റ്റ് ലെക്ചർ മെത്തേഡിനെ കുറിച്ചിട്ടാണ്. അത് ഒരിക്കലും ഇഫക്റ്റീവ് അല്ല. ഇത് ഇവിടെ പറയുന്നുണ്ട് അദ്ദേഹം ഡിസ്കവറി ലേണിംഗ് ആണ് പ്രപ്പോസ് ചെയ്തത്, ഡയറക്റ്റ് ലെക്ചർ മെത്തേഡ് അല്ല. ഫോർത്ത് ക്വസ്റ്റ്യൻ വരുന്നത് കോൾബർഗിൻ്റെ മോറൽ ഡെവലപ്മെൻറ്റിൻ്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ. ഓപ്ഷൻ ബി ആണ് എൻകറേജിങ് ഡിസ്കഷൻ ആൻഡ് മോറൽ ഡെലിമാസ് ആണ് ഇവിടെ പറയുന്നത്. ഓപ്ഷൻ ബി ആണ്. ബാക്കിയെല്ലാം മോറൽ റീസണിങ്ങിൻ്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ്റെ പാർട്ടായിട്ട് വരുന്നതല്ല.
നെക്സ്റ്റ് ഫിഫ്ത്തിൻ്റെ ആൻസർ വരുന്നത് 2 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അതിൽ കറക്റ്റായിട്ട് വരുന്നത് ഓൺലി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് കറക്റ്റായിട്ട് വരുന്നത്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെ എംഫസൈസ് ചെയ്യുന്നുള്ളതാണ് സ്കിന്നേഴ്സിൻ്റെ ഒപ്പാരൻറ്റ് കണ്ടീഷനിങ്. ഇവിടെ പറയുന്നത് പണിഷ്മെൻറ്റ് മാത്രമാണ്. പണിഷ്മെൻറ്റ് ഇതിൻ്റെ പാർട്ടാണ്, പക്ഷേ പണിഷ്മെൻറ്റ് ഈസ് ദ ഓൺലി വേ ടു ഷേപ്പ് ബിഹേവിയർ. അത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ 6th ക്വസ്റ്റ്യൻ സ്കഫോൾഡിങ് പ്രപ്പോസ് ചെയ്തത് നമുക്കറിയാം. ഓപ്ഷൻ സി വൈഗോഡ്സ്കി ആണ് സ്കഫോൾഡിങ് പ്രപ്പോസ് ചെയ്തത്. ദെൻ 7th ക്വസ്റ്റ്യൻ്റെ ആൻസർ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ ഓഫ് ബദ്ര സോഷ്യൽ ലേണിംഗ് തിയറി മെയിൻലി ഫോക്കസസ് ഓൺ ഓപ്ഷൻ ബി ലേണിംഗ് ത്രൂ ഒബ്സർവേഷൻ ആൻഡ് മോഡലിംഗ് ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഓരോ ഓപ്ഷൻ്റെയും കറക്റ്റ് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഓൺലി റീഇൻഫോഴ്സിങ് ബിഹേവിയർ ത്രൂ റിവാർഡ്സ്, അത് ബിഹേവിയറിസ്റ്റ് ആണ്. പിന്നെ ഇഗ്നോറിങ് ദ റോൾ ഓഫ് എൻവയോൺമെൻറ്റ് ഇൻ ലേണിംഗ്, അത് എൻവയോൺമെൻറ്റിനെ കൺസിഡർ ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എംഫസൈസ് എൻകറേജിങ് റോട്ട് മെമ്മറൈസേഷൻ, റോട്ട് ലേണിംഗ് ഒരു ഇറലവൻ്റ് ആണ് ഈ ഒരു കോൺസെപ്റ്റിൽ. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ദെൻ 8 2 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ഇതിൽ, അതായത് ഓൺലി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. എറിക്സൺ ബിലീവ്ഡ് ഐഡൻറ്റിറ്റി ഫോർമേഷൻ ഈസ് ക്രൂഷ്യൽ ഡ്യൂറിങ് അഡോളസൻസ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? എറിക്സൺ തിയറി വാസ് നോ ഇംപ്ലിക്കേഷൻ ഇൻ ക്ലാസ് റൂം മാനേജ്മെൻറ്റ്. അതൊരിക്കലും ശരിയാവില്ല അല്ലേ. അണ്ടർസ്റ്റാൻഡിങ് സൈക്കോ സോഷ്യൽ സ്റ്റേജസ് ഈസ് ക്ലാസ് മാനേജ്മെൻറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എയ്ഡാണ് സൈക്കോ സോഷ്യൽ സ്റ്റേജസ് അറിയാമെന്നുള്ളത്. 9 ഐഡൻറ്റിഫൈ ദ കറക്റ്റ് പെയർ ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ സി സ്കിന്ന് ഇൻകറക്റ്റ് പെയർ ആണ് കേട്ടോ. ഇൻകറക്റ്റ് പെയർ സ്കിന്ന് ക്ലാസിക്കൽ കണ്ടീഷനിങ് നമുക്കറിയാം പാവ്ലോൻ്റെ ആണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് വരുന്നത്. ബാക്കിയെല്ലാം കറക്റ്റായിട്ടുള്ള പെയേഴ്സാണ്. 10 വിച്ച് ഈസ് നോട്ട് ആൻ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ ഓഫ് മാസ്ലോസ് ഹയറാർക്കി ഓഫ് നീഡ്സ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഫോക്കസിങ് ഓൺലി ഓൺ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഇഗ്നോറിങ് ബേസിക് നീഡ്സ്, അതൊരിക്കലും എന്താണ് മാസ്ലോൻ്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ്റെ പാർട്ടിൽ വരുന്നതല്ല. 11 സ്റ്റേറ്റ്മെൻറ്റ് 1 തോണ്ടെക്സ് തിയറി ഇംപ്ലൈസ് ഡ്രിൽ ആൻഡ് പ്രാക്ടീസ് മെത്തേഡ്. സ്റ്റേറ്റ്മെൻറ്റ് 2 അക്കോർഡിംഗ് ടു തോണ്ടെക് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ഈസ് ഓട്ടോമാറ്റിക് ആൻഡ് ജനറലൈസ്ഡ്. അതിൽ ഓപ്ഷൻ സി ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് മാത്രമാണ് കറക്റ്റായിട്ട് വരുന്നുള്ളൂ. 12 അക്കോർഡിംഗ് ടു ബ്രോണേഴ്സ് മോഡ് ഓഫ് റെപ്രസെൻറ്റേഷൻ വിച്ച് സീക്വൻസ് ഈസ് കറക്റ്റ്. ഓപ്ഷൻ എ ആണ് അനാക്റ്റീവ്, ഐക്കോണിക്, സിംബോളിക്. 13 which is true regarding Vygotsky's social cultural theory. Option A learning precedes development in cognitive task. ബാക്കി എല്ലാതും അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റിന് എതിരായിട്ടാണ് വരുന്നത്. Then 14 Piaget considered language as a driving force for cognitive development. Statement 2 Vygotsky considered language as crucial in cognitive development. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 മാത്രമാണ് കറക്റ്റ്. പിയാഷെ അല്ല ലാംഗ്വേജ് ആണ് ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞത്, പിയാഷെ അല്ല. 15 വിച്ച് പ്രാക്ടീസ് ബെസ്റ്റ് റിഫ്ലക്ട് കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂം ടീച്ചിങ്. ഇതിൽ ആൻസർ ഓപ്ഷൻ സി ആണ്. കൊളാബറേറ്റീവ് പ്രോജക്റ്റ് ആൻഡ് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ബാക്കി അതിൻ്റെയും ചെറിയൊരു എക്സ്പ്ലനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പറയുന്നത് ഒരു പാസീവ് ടീച്ചർ സെൻറ്റേർഡ് അപ്രോച്ച്, പാസീവാണ്. ഡ്രിൽ ആൻഡ് പ്രാക്ടീസ് വർക്ക്ഷീറ്റ്സ് ഓൺലി, അത് ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് ആയിരിക്കും വരുന്നത്. സ്ട്രിക്ട്ലി ഫോളോയിങ് ടെക്സ്റ്റ് ബുക്സ് ഓർഡർ വിത്തൗട്ട് ഫ്ലെക്സിബിലിറ്റി വരുന്നത് കൺസ്ട്രക്റ്റിവിസ്റ്റ് ഫ്ലെക്സിബിലിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നൊരു കോൺസെപ്റ്റാണത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ലഭിക്കുന്നതിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഏവർക്കും ഉയർന്ന വിജയം ആശംസിച്ചുകൊണ്ട് താങ്ക് യു.